ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു താളുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പഴമക്കാർ പറഞ്ഞു തന്ന അതേ ചേരുവകൾ ചേർത്ത് അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു താളുകറിയാണിത്. ഈ താളുകറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ? വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചേമ്പിൻ താൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വണ്ണമുള്ള തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്താളാണ് കേട്ടോ. പലതരം താളുണ്ട്. ചേമ്പിൻ താള്, വെള്ളത്താള്, കരിന്താള്, പിന്നെ കൊല്ലിത്താള്, അങ്ങനെ പലതരം താളുകളുണ്ട്. പിന്നെ ഈ തോട്ടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന മടന്ത, അത് അത് ഇതിൽ ഈ ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ അത് ചിലതൊക്കെ ചൊറിച്ചിലുണ്ടാകും കേട്ടോ, അങ്ങനത്തേത് എടുക്കരുത്. അപ്പോൾ ഇത് നമുക്ക് കഴുകിയെടുത്തതാണ്. ആദ്യം നമുക്ക് കഴുകിയെടുത്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഇത് കഴുകത്തില്ല. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ ഇലയും തണ്ടും എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അരിഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ തണ്ടൊന്ന് ഇങ്ങനെ ഇത് എടുത്തിട്ട് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് അരിഞ്ഞു കളയുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നാരൊക്കെ ഒന്ന് വലിച്ചു കളയണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ ഇതൊന്നും അത്ര വശമില്ലാത്ത കാര്യമാണ്. അവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ, പറയുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒരറ്റത്ത് നിന്ന് നമ്മൾ ഇതുപോലെ നാരുകളെല്ലാം ഇതുപോലെ വലിച്ചു കളയണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഒരേ അറ്റത്ത് നിന്ന് തീർത്ത് ഇതുപോലെ വലിച്ചു കളയുക. ഈ നാരൊക്കെ ഇരുന്ന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ, കറി വെച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നാക്ക് ഊരും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇതിൻ്റെ തൊലിപ്പുറം ഇതുപോലെ ഒന്ന് ചെത്തിക്കളയുന്നത്. അപ്പോൾ ഒട്ടും തന്നെ തൊലി ഭാഗം വയ്ക്കാതെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ തട മൊത്തത്തിൽ ഞാൻ ക്ലീൻ ആക്കി എടുത്തു. ഇതുപോലെയാണ് നമുക്കിത് ക്ലീൻ ആക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ചെറിയ മക്കൾക്കൊന്നും, ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതുപോലത്തുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ തട ഞാൻ വൃത്തിയാക്കി. ഇനി ഇല എടുക്കാം. ഇലയുടെ ഈ നരമ്പ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇതുപോലെ തൊലികൾ കാണും കേട്ടോ. ആ നാരൊക്കെ നമുക്കിതുപോലെ ഒന്ന് വലിച്ചു കളയണമേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നാരൊക്കെ ഒന്ന് വലിച്ചു കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് ചെറിയ പീസുകളായിട്ട് കീറിയെടുക്കുകയെ. അപ്പോൾ ഞാൻ നാരൊക്കെ വലിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കീറി എടുക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടാൽ പിന്നെ നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ഇതൊന്ന് കുരുങ്ങി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ താളുകറി വയ്ക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ തളിരുള്ള ഭാഗം നോക്കി എടുക്കുക കേട്ടോ. നല്ല നാമ്പോട് കൂടിയുള്ള തളിരുള്ള ഭാഗമില്ലേ, അതൊക്കെ ഈ താളുകറിക്ക് നല്ലതാണ്. മുറ്റിയ ഇല നമ്മൾ എടുക്കരുത്. ഇതിപ്പോൾ എനിക്ക് പിഞ്ച് ആയിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത് കൊണ്ടാണ് ഇത് ഒരു കളർ വ്യത്യാസമായിട്ട് തോന്നിക്കുന്നത് കേട്ടോ. പിഞ്ച് ഇലയാണ്. അപ്പം ഞാൻ അവിടെ എവിടെയായിട്ട് ഇതുപോലെ ഒന്ന് കീറിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ചീര അരിയുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം നൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പണ്ടൊക്കെ പുരയിടങ്ങളുള്ളവർ ധാരാളം ഈ ചേമ്പൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ റബ്ബറൊക്കെ ആയതിനു ശേഷം ഇതങ്ങനെ അപൂർവമായേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ നമ്മളിതുപോലെ പണ്ടത്തെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മളിതുപോലെ താളുകറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വെച്ച് തന്ന് കഴിച്ച ആ രുചി നമുക്ക് ഇന്നും മാറിയിട്ടില്ല. അപ്പോൾ അതേ ടേസ്റ്റിലും അതേ ചേരുവകളും ചേർത്ത് തയ്യാറാക്കിയ ഒരു താളുകറിയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ച് തയ്യാറാക്കി നോക്കൂ. ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നെന്താ ആ ഇല ഒന്ന് കട്ട് ചെയ്ത് ഇട്ടത് കാണിച്ചു തന്നു. ഇനി നമുക്ക് തണ്ട് എടുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 4ആയിട്ട് ഒന്ന് പിളർന്ന് കൊടുത്തതിന് ശേഷം ഇത്രയും വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിടുക കേട്ടോ. എല്ലാം ഒരേ ക്രമത്തിൽ കട്ട് ചെയ്തിടുക, ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ. ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ധാരാളം കാണുമെന്ന് തോന്നിക്കും, പക്ഷേ ഇത് ആവി കയറുമ്പോൾ അങ്ങ് നന്നായിട്ട് ചുരുങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് തണ്ട് കട്ട് ചെയ്തിടാനേ.
പിന്നെ നമ്മുടെ ഉമ്മയൊക്കെ ചെയ്ത് വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ആ തളിരുള്ള ഇലയൊക്കെ ഇതുപോലെ ഒന്ന് കീറിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചുരുട്ടാറുണ്ട്. ചുരുട്ടിയിട്ട് കെട്ടിയിട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ തോരനൊക്കെ വെച്ചെടുക്കുന്നത്. നമ്മളെ ഉമ്മായും മുത്തശ്ശിമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണേ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എല്ലാം അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ. അപ്പോൾ ഞാൻ മൊത്തവും താളും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഒരു മൺചട്ടി കഴുകിയെടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറച്ചിട്ട് നിറച്ചും കാണുമെങ്കിൽ ഇതൊന്ന് വാടി കഴിയുമ്പോൾ നന്നായിട്ട് ചുട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണും താഴെ ഉപ്പും 1/2 ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പിൽ വെച്ച് ഇതൊന്ന് ആവി കയറ്റാം. ഇനി അടച്ച് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണമേ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ആവി കയറിയപ്പോൾ അതിൻ്റെ 1/4 ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കറിക്ക് നമുക്ക് കുറച്ച് ഉപ്പുളി ഒഴിച്ച് കൊടുക്കണമേ. അതിനുവേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാവേ. ഈ കറിക്ക് പുളിയും എരിവുമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഈ ജ്യൂസ് നമുക്ക് നമ്മുടെ താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരിച്ച് കൈകൊണ്ട് തന്നെ അരിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തേ. ഇനി വീണ്ടും അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ പച്ചമുളക്, ഒരു 8-10 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇത്രയും നന്നായിട്ട് മഷിയെ നമുക്ക് അരച്ചെടുക്കാവേ. എന്നിട്ട് അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജാറും കൂടി കഴുകി 1 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മഷിയെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി 1 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയും ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. തീരെ അങ്ങ് ലൂസുമല്ല, വളരെ അങ്ങ് കട്ടിയുമല്ലാത്ത ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ടേ. ഇപ്പോൾ ഇതാ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ താളുകറി ഇവിടെ നന്നായിട്ട് തിളച്ച് കറക്റ്റ് കുറുവലായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് കുറുവലാണേ. ഇതുപോലെയാണ് നമ്മൾ വെച്ചെടുക്കേണ്ടത്. ഇതുപോലൊരു താളുകറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി പഴമക്കാർ ചെയ്തിരുന്ന, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ചെറിയ തീയിൽ ഇതാ ഇതുപോലൊരു 3-4 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കരിഞ്ഞു പോകരുത്. ചെറുതായിട്ട് വാട്ടിയിട്ട് ഇതോടുകൂടി ഒന്ന് കുടഞ്ഞതിന് ശേഷം നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് താഴ്ത്തി വയ്ക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല മണവുമാണ് ഇങ്ങനെ ചെയ്താൽ. കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ചെയ്താൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ. ഇനി നമുക്കിതിലേക്ക് ഒരു വറകും കൂടി താളിച്ചൊഴിക്കണം. അപ്പം ഞാൻ ഒരു ചെറിയ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിൽ താളിച്ചെടുക്കണമേ. അതാണ് കൂടുതൽ മണവും ടേസ്റ്റും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനും ഒരു ഭംഗിക്കും വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇത്ര മതി. നമ്മുടെ വറുക് താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ താളുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു താളുകറിയാണ്. ഈ താളുകറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറ് തിന്നാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. വേറൊരു കറിയുടെയും ആവശ്യമില്ല. നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന അതേ ചേരുവകൾ ചേർത്ത് അതേ ടേസ്റ്റിലുണ്ടാക്കിയ ഒരു താളുകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്